വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA 4 സെമസ്റ്റർ എക്സാംസിൽ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഇന്ത്യൻ നോളേജ് സിസ്റ്റം എന്ന് പറയുന്ന വളരെ ചെറിയൊരു സബ്ജക്റ്റാണ്. സോ ഇത് നമ്മുടെ കോമേഴ്സ് പേപ്പർ അല്ല, 1 അവറിൻ്റെ ഒരു സിമ്പിൾ പേപ്പറാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. ഒരുപാട് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നുള്ള റിക്വസ്റ്റിൻ്റെ ബേസിൽ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. ഈ ഒരു പേപ്പറിൻ്റെ മാർക്കിൻ്റെ ഡീറ്റെയിൽസും പാസ് മാർക്ക് എത്രയാണ് വേണ്ടത് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുകൾ ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ പേപ്പർ, ഇന്ത്യൻ നോളേജ് സിസ്റ്റം. സോ അതിൻ്റെ കണ്ടൻസിലോട്ട് പോണേക്കാൾ മുമ്പ് ആദ്യം തന്നെ മാർക്സിൻ്റെ കാര്യങ്ങളിൽ ഒന്ന് പറയാം. 23 മാർക്കിൻ്റെ എക്സാമാണിത്. 1 മണിക്കൂറാണ് എക്സാം വരുന്നത്. സോ ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്, ആദ്യം പാർട്ട് എയിൽ 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 8 ചോദ്യങ്ങൾ വരും. അതിൽ 5 എണ്ണത്തിന് ആൻസർ കൊടുക്കുക. സോ 5 into 1 5 മാർക്സ്. ദെൻ നെക്സ്റ്റ് 2 മാർക്സ് ആണ് വരുന്നത്. അതിൽ 6 ചോദ്യങ്ങൾ വരും. 4 ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കണം. 4 into 2 8 മാർക്സ്. അപ്പോൾ 8 + 5 13 മാർക്സ്. ദെൻ ലാസ്റ്റ് 5 മാർക്സിൻ്റെ ഏരിയ ആണ്. അതിൽ 3 ചോദ്യങ്ങൾ വരുന്നു. അതിൽ 2 എണ്ണത്തിന് ആൻസർ കൊടുക്കുക. 5 into 2 10. അങ്ങനെ ടോട്ടൽ 23 മാർക്സ്. സോ 23ൽ നമുക്ക് വേണ്ടത് പാസ് മാർക്ക് 7 മാർക്കാണ്. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് പാസ്സാകാൻ സാധിക്കും. മനസ്സിലായോ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 മാർക്സിൻ്റെ ഏതെങ്കിലും 2 എണ്ണം തന്നെ വലിയ കുഴപ്പമില്ലാണ്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സായി. മനസ്സിലായോ? ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റുന്നൊരു പേപ്പറാണ് 1 അവറിൻ്റെ പേപ്പർ. അപ്പോൾ 2 ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു കാര്യം കൂടിയും പറയണു. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് 1 മാർക്ക് 2 മാർക്സ് 5 മാർക്സാണ്. അപ്പോൾ ബുക്കിൽ നോക്കുമ്പോൾ വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഉള്ള ടോപ്പിക്സ് ഒക്കെ ഉണ്ടായിരിക്കും. ബട്ട് അങ്ങനത്തെ ചോദ്യങ്ങൾ വരില്ല. ചെറിയ മാർക്കിൻ്റെ പാറ്റേണുള്ള ക്വസ്റ്റ്യൻ പേപ്പറല്ലേ വരുന്നത്. 1 മാർക്ക് 2 മാർക്ക് 5 മാർക്ക് എന്ന് പറയുമ്പോൾ, അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്താണെങ്കിലും ഘോരം എഴുതി വെച്ചിട്ടുള്ള പോർഷൻസ് അങ്ങനത്തെ വരില്ലേ. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ പഠിക്കുമ്പോൾ അങ്ങനത്തെ പിക്ക് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം ഡെവലപ്മെൻറ്റ് ഓഫ് ആൻഷ്യൻ നോളേജ് ആണ് ബ്ലോക്ക് നമ്പർ 1. ദെൻ ആൻഷ്യൻ ഇന്ത്യൻ നോളേജ് ആണ് ബ്ലോക്ക് നമ്പർ 2. ഇതിൽ ബ്ലോക്ക് നമ്പർ 1 തന്നെയാണ് കുറച്ചും കൂടി എളുപ്പമുള്ളത്. ബ്ലോക്ക് നമ്പർ 2 കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഈ 5 മാർക്കിൻ്റെ 3 ചോദ്യങ്ങൾ 2 എണ്ണം മിക്കതും ബ്ലോക്ക് നമ്പർ 1ൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ഒരെണ്ണം എന്തെങ്കിലും കിട്ടുമല്ലോ. ചിലപ്പോൾ 2 എണ്ണം വരെ അവിടെ തന്നെ വരാം. സോ ഒന്നും കഴിയാത്തവരുടെ അടുത്ത് പറയാനുള്ളത് ബ്ലോക്ക് നമ്പർ 1ലത്തെ കാര്യങ്ങൾ പഠിക്കുക. അതിനുശേഷം ബ്ലോക്ക് നമ്പർ 2ലെ കുഞ്ഞു കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്സിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. എന്താണ്, ബ്ലോക്ക് നമ്പർ 1ലെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ബ്ലോക്ക് നമ്പർ 2ലെ 1 മാർക്ക് 2 മാർക്സിൻ്റെ അങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളില്ലേ, അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഡെവലപ്മെൻറ്റ് ഓഫ് ആൻഷ്യൻ നോളേജ് ആണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക്. സോ അതിൽ ഡെവലപ്മെൻറ്റ് ഓഫ് നോളേജ് സിസ്റ്റംസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞു 1 മാർക്ക് 2 മാർക്സ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ടേമുകൾ നമ്മൾ പിക്ക് ചെയ്ത് പഠിക്കണം. സോ ഇതിൽ നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് 5 മാർക്കിന് വരാം. ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇന്ത്യൻ നോളേജ് സിസ്റ്റം എന്താണെന്നുള്ള 5 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ഇന്ത്യൻ നോളേജ് സിസ്റ്റം. അപ്പോൾ അത് ഒന്ന് നോക്കി വെച്ചോളൂ. ഇനി 1 മാർക്ക് 2 മാർക്ക് അങ്ങനെ അതിൽ വരുന്ന ചോദ്യങ്ങളാണ്. വേദാസ് എന്താണ്, വേദാംഗാസ് എന്താണ്, ഇതൊക്കെ 1 മാർക്ക് 2 മാർക്കിൻ്റെ വരുന്ന ടേമുകളാണ്. അപ്പം നിങ്ങൾ അത് ഒറ്റ മാർക്കിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1 വേർഡ് വേണ്ടോ, 2 മാർക്കാണെങ്കിൽ 2 സെൻറ്റൻസ്, ആ രീതിയിലേക്ക് മാത്രം എന്ത് ചെയ്യുക, പഠിച്ചു പോകേണ്ട ആവശ്യമുള്ളൂ. വലിയ മാർക്കിൻ്റെ അല്ലത്. മനസ്സിലായോ? എന്താണ് വേദാസ്, അതുപോലെ തന്നെ വേദാംഗാസ് എന്നുള്ളത് ആ രീതിയിൽ പഠിക്കുക. ഇനി 5 മാർക്കിൻ്റെയിലേക്ക് 2 മാർക്കിൻ്റെയിലേക്കൊക്കെ പിന്നെയും
പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന മറ്റൊരു ഏരിയ ആണ് ഈ ഒരു കാര്യം. വേദാസ് ആർ സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ഇൻ ടു 4 ഇന്റേണൽ കോമ്പോണൻറ്റ്സ്. ഏതൊക്കെയാണ് ആ ഇന്റേണൽ കോമ്പോണൻറ്റ്സ് എന്നുള്ളത്? റിഫ്ലക്റ്റിംഗ് പെഡഗോജിക്കൽ ഫിസിയോളജിക്കൽ പ്രോഗ്രഷൻ വിത്തിൻ വേദിക് ട്രഡീഷൻ. ഓക്കെ, സംഹിതാസ്. ഈ ഒരു കാര്യമില്ലേ, ഇത് ചിലപ്പോൾ 2 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ വരാം. ചിലപ്പോൾ ഇതിലത്തെ ടീമുകൾ 2 മാർക്സിനും ചോദിക്കാം. ഇനി നെക്സ്റ്റ് 4 വേദാസ് എന്ന് പറയണത് വലിയൊരു ഏരിയ. ഞാൻ അതിലെ ഓരോ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം 1 മാർക്കോ 2 മാർക്കായിട്ടോ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പഠിക്കണം. ഇപ്പം ഋഗ്വേദ എന്താണ്, അതല്ലാണ്ട് 5 മാർക്കിലേക്ക് ചോദിക്കുകയാണെങ്കിൽ ഇത് വലിയതാ. അപ്പം ഞാനത് അങ്ങനെ പ്രതീക്ഷിക്കുന്നേക്കാൾ കൂടുതൽ ഋഗ്വേദ എന്താണ്, യജുർവേദ എന്താണ്, അപ്പം നിങ്ങൾ 2 മാർക്കിൻ്റെയിലേക്ക് പഠിച്ചു പോവുക. സാമവേദ എന്താണ്, പിന്നെ നമുക്ക് എന്താണ് അഥർവവേദ എന്താണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വലിയ ടോപ്പിക്കല്ലേ. അപ്പോൾ നമുക്ക് 1 മാർക്കിന് 2 മാർക്കിന് ഇതിൽ ഏതെങ്കിലും 1 or 2 പ്രതീക്ഷിക്കാം. എന്താണെന്നുള്ളത് ഈ 4 വേദാസിൽ ഏതെങ്കിലും ഒരെണ്ണം. അപ്പോൾ 2 മാർക്സിന് ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന പോലെ അത്രയ്ക്ക് പഠിച്ചു വെച്ചാൽ മതി. ഇപ്പോൾ അത്രയ്ക്കിനെ പഠിച്ചുള്ളൂ, അത് വലിയ ഒരു 5 മാർക്കിലേക്ക് വന്നാലും കുറച്ച് കൂടുതൽ എഴുതിയാൽ അത് ഓക്കെ. അപ്പോൾ ഇതൊന്നും വലിച്ചു വാരി പഠിക്കേണ്ടത് എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കി വെച്ചോളൂ കേട്ടോ. ഞാൻ വീണ്ടും പറയണ എസ് എ ടോപ്പിക്സ് ഇല്ലേ, അതുകൊണ്ട് തന്നെ ഒക്കെ എന്താണെന്നുള്ളത് നോക്കി വെച്ചാൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വേദാംഗാസ് എന്താണെന്നുള്ളത് നോക്കണം എന്നുള്ളത് 2 മാർക്സിൻ്റെയിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുശേഷം നെക്സ്റ്റ് നമുക്ക് ഇതിൽ 6 ഡിസിപ്ലിൻസ് കാണാൻ സാധിക്കും. 5 മാർക്കിന് സ്കോപ്പുള്ളൊരു കാര്യമാണ് 6 ഡിസിപ്ലിൻസ് ഓഫ് വേദാംഗാസ്. ഒന്നെങ്കിൽ വേദാംഗാസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഈ യൂണിറ്റിൽ നിന്ന് നമുക്ക് എസ്സേക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഇന്ത്യൻ നോളജ് സിസ്റ്റം, പിന്നെ ഈ ഒരു കാര്യമില്ലേ വേദാംഗാസിൻ്റെ, അതും അതിന് സ്കോപ്പുള്ള ഒരു കാര്യമാണ്. വ്യാകരണം എന്താണെന്നുള്ളത് 1 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുക കേട്ടോ. അതാണ് മറ്റൊരു കാര്യം. പിന്നെ ഗുരുകുൽ സിസ്റ്റം എന്താണ്, 1 മാർക്കിൻ്റെ ചോദ്യം ഈ ഒരു കാര്യം. ഗുരുകുൽ സിസ്റ്റം ആൻഷ്യൻ ഇന്ത്യൻ സിസ്റ്റം ഇൻ ഇന്ത്യയിൽ ഉള്ള ഒരു കാര്യമാണ്. ഗുരുകുൽ സിസ്റ്റം എന്താണെന്നുള്ള നിർബന്ധമായി നോക്കി വയ്ക്കുക. പിന്നെ ഇതൊക്കെ കാരണം 1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് മൊത്തം. പെഡഗോജി എന്താണ്, 1 മാർക്കിൻ്റെ ചോദ്യം. ദെൻ തിരുകുറൽ എന്താണ്, അഗെയിൻ 1 മാർക്ക് ചോദ്യം. ഓക്കെ, 1 മാർക്കിൻ്റെയിലേക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇതൊക്കെ. തിരുകുറൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. നളന്ദ 1 മാർക്ക്, തിരുകുറൽ 1 മാർക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു യൂണിറ്റിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആൻഷ്യൻ ഇന്ത്യൻ ഫിലോസഫി ആൻഡ് ലിറ്ററേച്ചർ ആണ്. ഇതൊരു മാതിരി യൂണിറ്റാണ്. ഇതിൽ നിന്ന് ഞാൻ 1 മാർക്കിൻ്റെ കാര്യങ്ങളൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കുന്നുള്ളൂ. ന്യായ ഫിലോസഫി നമുക്ക് ആദ്യം കാണാൻ സാധിക്കും. പലതരത്തിലുള്ള ഫിലോസഫിയാണ്. അപ്പോൾ 2 മാർക്സിൻ്റെയിലേക്ക് ഏതെങ്കിലും യോഗ ഫിലോസഫി, വേദാന്ത ഫിലോസഫി, ഈ മീമാംസ ഫിലോസഫി, ജൈന ഫിലോസഫി, പലതരത്തിലുള്ള ഫിലോസഫീസ് നമുക്ക് അതിലാദ്യം കാണാൻ സാധിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഫിലോസഫി എന്താണെന്നുള്ളത് ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാം. അതാണ് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ബൗദ്ധ ഫിലോസഫി നോക്കിക്കോളൂ കേട്ടോ. ദെൻ പിന്നെ ബുദ്ധിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ബുദ്ധിസം, 1 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിൻ്റെയിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഈ ഒരു കാര്യം നോക്കി വെച്ചോളൂ കേട്ടോ, 2 മാർക്കിനൊക്കെ ചിലപ്പോൾ വരാം. ഈ അജൈവിക ഫിലോസഫി, അതിൻ്റെ കോർ ടെൻസ് എന്ന് പറയുന്നത് ടെൻസ്. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു കാര്യം. അജ്ഞാന എന്താന്നുള്ളത് 1 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്നുണ്ട്. അഗെയിൻ ഈ പറയുന്ന ചാർവാക ഫിലോസഫി ലാസ്റ്റ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്ന 1 മാർക്ക് 2 മാർക്ക് ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന ഫിലോസഫീസിൽ ഏതെങ്കിലും ഒരെണ്ണൊക്കെയാണ്, 1-2 എന്തായാലും ഉണ്ടായിരിക്കും. ലാസ്റ്റ് ഈ പറഞ്ഞ ചാർവാക ഫിലോസഫി എന്തായാലും നോക്കുക. ബുദ്ധിസം നോക്കണം, റിപ്പീറ്റ് ആയിട്ടുള്ളതാണ്. അജൈവിക നോക്കണം. ഓക്കെ, 1 മാർക്കിന്. അതല്ലാണ്ട് ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാണുന്ന കാര്യങ്ങളിലേക്കില്ലേ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കണത്, അത് മൊത്തം നോക്കി നേരം കളയരുത്. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ
ഇത് നോക്കി നേരം കളയരുതിട്ടോ, അത് കുറേ ഉണ്ട്. ഇതങ്ങനെ എടുത്ത് അങ്ങനെ ചോദിക്കാറില്ല. ഓക്കെ, വന്നാലും നിങ്ങളുടെ ടൈം പോവുള്ളൂ. നമുക്ക് വേറെ ഓപ്ഷൻസും കിട്ടി. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ 1 മാർക്കിന് രീതിയിലേക്ക് കൂടുതൽ നോക്കി പോവാം. ഇനി നെക്സ്റ്റ് വരുന്ന യൂണിറ്റ് നമ്പർ 3 ആണ്, ലാംഗ്വേജ് ആൻഡ് ആർട്ട് ആണ്. അതിൽ നമുക്ക് സാൻസ്ക്രിറ്റ് ആദ്യം കാണാൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ദെൻ ഇതിൽ ഈ രാമായണയുടെ സമ്മറി അതൊന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ഇനി 5 മാർക്കിന് അവരെടുത്തിടുമോന്ന് അറിയില്ല. രാമായണയുടെ സമ്മറി. ഇതിഹാസ എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം. രാമായണയുടെ സമ്മറി നോക്കുക. ഭഗവത്ഗീത എന്താണ്? 1 മാർക്കിൻ്റെ ചോദ്യം. ഇനി നെക്സ്റ്റ് ഈ ഒരു കാര്യം, പാണിനി വർക്ക്സ് ഓൺ ഗ്രാമർ, 2 മാർക്കിലേക്ക് പ്രതീക്ഷിക്കുന്നു. ഈ അഷ്ടദായി എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ഇൻ ടു 8 ക്യാരക്ടേഴ്സിൽ ഇതെന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം 1 മാർക്കിൻ്റെ. ഓക്കെ, 1 മാർക്കിൻ്റെ ചോദിക്കുക കേട്ടോ. അതുപോലെ തന്നെ സൂത്ര എന്താണ്? പാഠ എന്താണ്? ഈ സ്ട്രക്ചർ വിത്തിൻ അധ്യായാസ് എന്ന് പറയുന്നതിലുള്ളതാണ്. അപ്പോൾ പാണിനി വർക്ക്സ് ഓൺ ഗ്രാമർ എന്തെങ്കിലും നോക്കിക്കോളൂ കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു കാര്യം. വ്യാകരണ 5. അതിൽ ഇനി നെക്സ്റ്റ് ഫോക്കസ് കൊടുക്കേണ്ടത് അതിന് ശേഷമുള്ള ഇതിലേതെങ്കിലും ഒരു ടീം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എക്സാമിന് 2 മാർക്സ് ആയിട്ട്. ഈ 5 പാർട്സ് ഓഫ് പാണിനി വ്യാകരണ 5 പാർട്സ് ഇല്ലേ, ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ചോദിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ അത് 5 മാർക്കിൻ്റെയും സ്കോപ്പ് ഉള്ളതാണ്. 5 പാർട്സ് എന്തായാലും അത് നോക്കാം. പാണിനി കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ, പാണിനി ഗ്രാമർ ആ ഒരു കാര്യം. ഫീച്ചേഴ്സ് പാണിനിയുടെ. അപ്പോൾ പാണിനിയെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യം 2 മാർക്കോ അല്ലെങ്കിൽ 5 മാർക്കിലോ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് സ്കൾപ്ചേഴ്സ് എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം. സ്കൾപ്ചേഴ്സിനെ പറ്റിയുള്ള കാര്യം 2 മാർക്കാണ്. ശില്പശാസ്ത്ര 1 മാർക്ക് ചോദ്യത്തിലേക്ക് പ്രതീക്ഷിക്കുന്നു. പിന്നെ മുഗൾ ആർട്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ചുണ്ട്, നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നൊരു ചോദ്യം തന്നെയാണ് മുഗൾ ആർട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മിനിമം എന്താണ് മുഗൾ ആർട്ടെങ്കിലും നോക്കാം. 5 മാർക്കിൻ്റെ സ്കോപ്പുള്ളൊരു സംഭവമാണ്. ബട്ട് വേറെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് എഴുതിയോ, കാരണം ഇതിങ്ങനെ വലിച്ചു വാരി എഴുതുന്നൊരു സംഭവമാണ്. ദെൻ നെക്സ്റ്റ് ഉള്ള ഡെവലപ്മെൻറ്റ് ഓഫ് മ്യൂസിക് തിയറി ആൻഡ് സിസ്റ്റം ഒക്കെയാണ് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും മുഗൾ ആർട്ട് നോക്കി വെച്ചോളൂ കേട്ടോ. ദെൻ പിന്നെ മ്യൂസിക്കിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്, അതൊക്കെ ജസ്റ്റ് നോക്കാം എന്ന് മാത്രം. ദ പർപ്പസ് ഓഫ് മ്യൂസിക് ഇൻ ഇന്ത്യൻ ട്രഡീഷൻ 2 മാർക്കിൻ്റെ ഒന്ന് നോക്കി വെച്ചോളൂ. അപ്പം മുഗൾ ആർട്ട് എന്തായാലും നോക്കുക ഈ ഒരു യൂണിറ്റിൽ. സ്കൾപ്ചേഴ്സ് നോക്കുക, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൽ പാണിനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാമർ അതിൻ്റെ 5 പാർട്സ് എന്താണെന്ന് നോക്കാം. ചിലപ്പോൾ ആ 5 പാർട്സിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ചിലപ്പോൾ ചോദിക്കുകയും ചെയ്യാം കേട്ടോ. രാമായണയുടെ സമ്മറി നോക്കി വയ്ക്കുക. സോ ഇതൊക്കെയാണ് ഇതിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. സോ ഈ ബ്ലോക്ക് നമ്പർ 1 നിന്ന് 2 essay ഇടുന്നുണ്ടെങ്കിൽ ഒരെണ്ണം യൂണിറ്റ് നമ്പർ 1ഉം ഒരെണ്ണം യൂണിറ്റ് നമ്പർ 3യിൽ നിന്നാണ് ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളാണ് ഈ എക്സാം ആദ്യം എഴുതുന്നത്, അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഇതിനൊരു പാസ്റ്റ് പറയാനില്ല. എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് മുഴുവൻ പറയാൻ പറ്റില്ല. അപ്പോൾ വന്നാലേ ഞാൻ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ബ്ലോക്ക് നമ്പർ 1 നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഇനി ബ്ലോക്ക് നമ്പർ 2യിലോട്ട് പോകുമ്പോൾ അതിൽ യൂണിറ്റ് നമ്പർ 1 ആസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സ് ആണ്. ഇതിലുള്ള പല കാര്യങ്ങളും കുട്ടികൾക്ക് എഴുതി ഫലിപ്പിക്കാനുള്ളൊരു സുഖക്കേടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യം ന്യൂമറിക്കൽ ടെർമിനോളജി ഇത് ആദ്യം കാണാൻ സാധിക്കും. ദെൻ അത് കഴിഞ്ഞാൽ ഡെസിമൽ പ്ലേസ് വാല്യൂ സിസ്റ്റം ആൻഡ് ദ കൺസെപ്റ്റ് ഓഫ് 0. അപ്പോൾ പ്ലേസ് വാല്യൂ സിസ്റ്റം എന്താണ് എന്നുള്ളതൊന്ന് നോക്കിയോളൂ. ദെൻ അതിനുശേഷം നമ്മൾ ഇതിൽ 1 മാർക്ക് 2 മാർക്സിൻ്റെ കാര്യങ്ങളാണ് പിന്നെ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു കാര്യം 5 മാർക്കിന് സ്കോപ്പ് ഉള്ളതാണ്. സ്റ്റെപ്സ് ടു കാൽക്കുലേറ്റ് ദ സ്ക്വയർ റൂട്ട് എന്ന് പറയണത് വരാണ്ടിരിക്കാൻ പ്രാർത്ഥിക്കാം. മെത്തേഡ് ഓഫ് കാൽക്കുലേഷനിൽ 5 മാർക്സിന് സ്കോപ്പുള്ളൊരു കാര്യമാണ്. ദെൻ നെക്സ്റ്റ് ജിയോമെട്രി എന്താണ് നിർബന്ധമായി നോക്കണം.
1 മാർക്കോ 2 മാർക്കോ ആയിട്ട് എന്തായാലും പ്രതീക്ഷിക്കാം. ജോമെട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജോമെട്രി കേട്ടോ. ജോമെട്രി 2 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്നു. ദെൻ വാല്യൂ ഓഫ് പൈ 1 മാർക്ക് ചോദ്യം. വാല്യൂ ഓഫ് സേർഡ്സ് 1 മാർക്ക് ചോദ്യം. വാല്യൂ ഓഫ് പൈ എന്തായാലും നോക്കാം 1 മാർക്കിൽ. ആൽജിബ്ര എന്താണ് 2 മാർക്കിൻ്റെ ചോദ്യം. ട്രിഗോണോമെട്രി 1 മാർക്ക് ചോദ്യം. ദെൻ നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാൽക്കുലസ് ജസ്റ്റ് നോക്കാം. സോഡിയം മെഷർമെൻറ്റ് ഓഫ് ടൈം ആണ് ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേട്ടോ. മെഷർമെൻറ്റ് ഓഫ് ടൈം അത് 2 മാർക്കായിട്ടോ അതല്ലെങ്കിൽ വലിയ മാർക്കിൻ്റെ ചിലപ്പോൾ എന്തായാലും ജസ്റ്റ് നോക്കി വയ്ക്കാം. മെഷർമെൻറ്റ് ഓഫ് ടൈം വലിയ മാർക്കിൻ്റെ വരില്ലല്ലോ SCക്ക്, അങ്ങനത്തെ വരില്ല. 2 മാർക്സിന് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക, അത്രേ ഉള്ളൂ. ഇനി ഈ ഒരു യൂണിറ്റൊക്കെ കണ്ട പ്രസൻറ്റ് ചെയ്യാൻ സുഖമില്ലാത്തതാണ്. അപ്പോൾ പഠിക്കുമ്പോൾ പിക്ക് ചെയ്ത് ആ രീതിയിൽ പഠിക്കുക. എക്ലിപ്സസ് എന്താണ് 1 മാർക്കിൻ്റെയോ 2 മാർക്കിൻ്റെയോ ആയിട്ട് പ്രതീക്ഷിക്കാം. പ്ലാനറ്ററി പൊസിഷൻസ് ആൻഡ് മോഷൻസ് ആണ് അതിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇതിൽ 1 മാർക്ക് 2 മാർക്സ് ആണ് ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. 5 മാർക്കിൻ്റെ ഏതെങ്കിലും ഇതിൽ നിന്ന് ചോദിച്ചാൽ, വലിയ കാര്യങ്ങൾ ചോദിച്ചാൽ പ്രസൻറ്റ് ചെയ്യാൻ ഒരു സുഖക്കേടുള്ള ഒരു യൂണിറ്റ് ആണ് കേട്ടോ അത്. കൂടുതൽ ഞാൻ അത് പ്രതീക്ഷിക്കുന്നു. 1 മാർക്ക് 2 മാർക്ക്. ഇനി എൻജിനീയറിങ് ആൻഡ് ആർക്കിടെക്ചറാണ് നെക്സ്റ്റ് വരുന്നത്. ഇതിൽ സിവിൽ വർക്ക്സ് ഇൻ ഇൻഡസ് വാലി ഹാരപ്പൻ സിവിലൈസേഷൻ കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ യൂണിറ്റിനേക്കാളും കുറച്ചും കൂടി എളുപ്പമുള്ളതാണ്, പക്ഷേ എഴുതി വലിപ്പിക്കാൻ. ഫീച്ചേഴ്സ് ഓഫ് ദ അർബൻ സെൻറ്റേഴ്സ് ഡ്യൂറിങ് ഇൻഡസ് വാലി സിവിലൈസേഷൻ 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. യൂണിറ്റ് നമ്പർ 2 നിന്നുള്ള ഹാരപ്പൻ സിവിലൈസേഷൻ എന്തായാലും പഠിക്കുക കേട്ടോ. 5 മാർക്സിൻ്റെ ചോദ്യത്തിലേക്ക് പ്രതീക്ഷിക്കുക ഹാരപ്പൻ സിവിലൈസേഷൻ. പിന്നെ അതിനുശേഷം എക്സ്പെക്ട് ചെയ്യുന്നത് വിഹാരാസ് എന്താണ് 1 മാർക്ക് ചോദ്യം. വിഹാരാസ്. ഇനി അഗ്രികൾച്ചറിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമുക്ക് നെക്സ്റ്റ് കാണാൻ സാധിക്കുക. അതിൽ ഹൈലൈറ്റ്സ് ഓഫ് ഫ്യൂ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ആൻഷ്യൻ ഇന്ത്യ ഇൻ അഗ്രികൾച്ചർ ആണ്. ആൻഷ്യൻ ഇന്ത്യ അഗ്രികൾച്ചർ എങ്ങനെയാണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. പ്ലഫിംഗ് എന്താണ്? പ്ലഫിംഗ് 1 മാർക്ക് ചോദ്യം. അപ്പോൾ ആ രീതിയിൽ നോക്കാം. മെഡീവൽ ആർക്കിടെക്ചറിനെ പറ്റി. അപ്പോൾ ഇതിൽ ഹാരപ്പൻ സിവിലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അഗ്രികൾച്ചറിനെ പറ്റിയുള്ള കാര്യങ്ങൾ അത് നോക്കി വയ്ക്കുക കേട്ടോ. അഗ്രികൾച്ചറും കുറച്ചൊരു ശ്രദ്ധിക്കേണ്ടതാണ്. സെക്ഷൻ എഴുതാൻ എളുപ്പമാണ് കേട്ടോ ഇത്. അപ്പോൾ അതും ഇതാണ് കുറച്ചും കൂടി ഒരു ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം. ബാക്കിയുള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് 1 മാർക്കിന് 2 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാം. മൂവിങ് ടു ലാസ്റ്റ് യൂണിറ്റ് ലൈഫ് ആൻഡ് ഹെൽത്ത് ആണ്. സോ ഇതിൽ ഫോക്കസ് കൊടുക്കേണ്ടത് കൺസെപ്റ്റ് ആദ്യം പറയുന്നുണ്ട് ഹെൽത്തിനെ പറ്റിയുള്ളത്. ദെൻ ഇതിൽ കൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻ ട്രഡീഷൻ കാണാം. ഫ്ലോറ ആൻഡ് ഫോന ഇൻ ഇന്ത്യൻ ട്രഡീഷൻ എന്താണതെന്നുള്ളത് 2 മാർക്കിനും 1 മാർക്കിൻ്റെ നോക്കി വയ്ക്കുക. ബ്രാഞ്ചസ് ഓഫ് ആയുർവേദ നിർബന്ധമായി നോക്കിക്കോളൂ കേട്ടോ. ആയുർവേദ എന്താണ് 1 മാർക്കൊക്കെ ആയിട്ട് 2 മാർക്കിനും ഇടാം. സാദ്വ്രത്ത എന്ന് പറയുന്നതൊക്കെ 1 മാർക്ക് ചോദ്യമാണ്, നമുക്ക് പ്രതീക്ഷിക്കാം. മെത്തേഡ്സ് ഓഫ് ഡയഗ്നോസിസ് 2 മാർക്സ്. ആ 2-3 കൺസെപ്റ്റ് 3 പോയിന്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. പിന്നെ കൺസെപ്റ്റ് ഓഫ് 3 ദോസാസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ നിന്ന് 1 മാർക്ക് 2 മാർക്ക് ചോദ്യങ്ങൾ കൂടുതൽ വരാൻ സാധ്യതയുള്ളതാണ്. 1 മാർക്ക് 2 മാർക്സിനാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് ഇതിൽ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. യുനാനി സിസ്റ്റം ഓഫ് മെഡിസിൻ എന്തായാലും പ്രതീക്ഷിക്കുന്ന മറ്റൊരു ഏരിയയാണ്. യുനാനി എന്താണെന്നുള്ളത് നോക്കിക്കോളൂ കേട്ടോ. യുനാനി ആയുർവേദ കണ്ടംപററി ടൈംസ് യുനാനി നോക്കാം. 1 മാർക്കോ 2 മാർക്കായിട്ട് പ്രതീക്ഷിക്കാം. പിന്നെ യുനാനി മെഡിസിൻസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും.
പിന്നെ സിദ്ധാഴ്സ് ആൻഡ് ക്ലാസിക്കൽ ടെക്സ്റ്റ്. നമുക്ക് നെക്സ്റ്റ് സിദ്ധ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്താണ് 2 മാർക്കിൻ്റെ ജസ്റ്റ് നോക്കാം. യോഗ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യോഗ ആൻഡ് വെൽബീയിങ് പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ്. ഓക്കെ, യോഗ ആൻഡ് വെൽബീയിങ് എന്തായാലും നോക്കി വെക്കുക കേട്ടോ. അതിൽ ലാസ്റ്റ് പതഞ്ജലിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, പതഞ്ജലി ഔട്ട്ലൈൻ സിസ്റ്റമാറ്റിക് പാത്ത് നോൺ, ഈ ഒരു കാര്യമുണ്ട് 5 മാർക്കിൻ്റെ വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അസ്താംഗ യോഗ ഇൻ യോഗസ്ത്രാസ് പതഞ്ജലി, ഈ ഒരു 8 പോയിന്റ് ഇല്ലേ 5 മാർക്കിൻ്റെ നമുക്ക് സ്കോപ്പ് ഉള്ളൊരു കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കി വയ്ക്കുക യോഗ ആൻഡ് വെൽബീയിങ്. സോ ഇത്രയൊക്കെയാണ് ലാസ്റ്റ് യോഗയുടെ മോഡേൺ വേൾഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്സ് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ബ്ലോക്ക് നമ്പർ 1 യൂണിറ്റ് നമ്പർ 1 യൂണിറ്റ് നമ്പർ 3 കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. 2 എസ്സേക്ക് സ്കോപ്പുള്ള കാര്യങ്ങളുണ്ട്. ബ്ലോക്ക് നമ്പർ 2 യൂണിറ്റ് നമ്പർ 1 യൂണിറ്റ് നമ്പർ 3 അല്ല, യൂണിറ്റ് നമ്പർ 1 അല്ല, യൂണിറ്റ് നമ്പർ 2 അതുപോലെ തന്നെ യൂണിറ്റ് നമ്പർ 3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് നമ്പർ 2 പോകുമ്പോൾ മറ്റേ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ കാര്യങ്ങൾ നോക്കണം. ലാസ്റ്റ് യോഗയുടെ കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ മുകളിലോട്ട് പോകുമ്പോൾ രാമായണയുടെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക, സമ്മറി നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ പിന്നെയുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇന്ത്യൻ അതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓരോന്നിൽ പിക്ക് ചെയ്ത് പഠിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. 1 മാർക്ക് 2 മാർക്കായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നൊക്കെ ഉള്ളത്. വലിയ നീണ്ടു കിടക്കുന്ന ടോപ്പിക്കുകളില്ലേ, അങ്ങനത്തെ വലിയ എസ്സേ ടോപ്പിക്കുകളില്ലേ, നമുക്കിവിടെ ഷോർട്ട് എസ്സേ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലോട്ട് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ബ്ലോക്ക് നമ്പർ 1 എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ബ്ലോക്ക് നമ്പർ 1 യൂണിറ്റ് നമ്പർ 1 യൂണിറ്റ് നമ്പർ 3, ബ്ലോക്ക് നമ്പർ 2 യൂണിറ്റ് നമ്പർ 2 കാര്യങ്ങൾ, യൂണിറ്റ് നമ്പർ 3 ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ, ഇങ്ങനത്തേക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ കോമേഴ്സുകാർക്കുള്ളൊരു കാര്യമല്ല ഈ സബ്ജക്റ്റ്, എന്നാലും നമ്മൾ വരുന്ന കാര്യങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികളെ 5 മാർക്കിൻ്റെ 2 വലിയ കുഴപ്പമില്ലാണ്ട് എഴുതി. പിന്നെ ഈ പറഞ്ഞ 1 മാർക്ക് എന്തെങ്കിലുമൊക്കെ 1 മാർക്കിൻ്റെ ഒരു 2-3 കിട്ടിയാൽ തന്നെ അവിടെ പാസ്സായി. 7 മാർക്ക് മതി, നല്ല മാർക്കിലോട്ട് പിന്നെ എത്തിച്ചേരാനും സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. എല്ലാതും വലിയ കുഴപ്പമില്ലാണ്ട് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂറുള്ള പേപ്പർ കിട്ടി കഴിഞ്ഞാൽ വേഗം കാര്യങ്ങൾ ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.